നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് മുന്നണികളിൽ നിന്നും ശ്രദ്ധേയമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കാണുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങൾ തുടങ്ങിയവരുടെ പേരുകൾ കേൾക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും മത്സരരംഗത്ത് വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തും LDF നിന്ന് കേൾക്കുന്നു വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കൂടുതൽ ആളുകൾക്ക് പിണറായി വിജയനൊപ്പം തന്നെ ഇളവ് കൊടുക്കാൻ പോവുകയാണ്. മുതിർന്ന പലരെയും തിരിച്ചു കൊണ്ടുവരാൻ വീണ്ടും ഒരിക്കൽ കൂടി 2 ടൈം എന്ന് പറയുന്ന വ്യവസ്ഥയുണ്ടല്ലോ, ആ വ്യവസ്ഥയെ മറികടന്നുകൊണ്ട് മത്സരിക്കാൻ കൂടുതൽ ഇളവ് കൂടുതൽ നേതാക്കൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നതാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന സംഗതിയോടുള്ള ആളുകൾക്കുള്ള അടുപ്പവും ഒപ്പം തന്നെ വിയോജിപ്പുള്ളവരും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ മറികടക്കാനുള്ളൊരു ഉപാധി നൽകി കൂടുതൽ ആളുകൾക്ക് ഇളവ് കൊടുക്കുക എന്നതാണ്. പിന്നെ നമ്മൾ ഉയർന്നു കേൾക്കുന്ന പലതരം ആക്ഷേപങ്ങൾ ആൻഡ് സ്ട്രാറ്റജീസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താണ് സാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ദൗസേവിന് എന്താണ് തോന്നുന്നത്? മൊത്തത്തിലൊരു അസംബ്ലി മൂഡിലേക്ക് കേരളം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് കണ്ണിൽ കാണുന്നത്? അസംബ്ലി മൂഡിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. അത് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ക്യാമ്പ് വയനാട്ടിൽ കഴിഞ്ഞു. പിന്നെ CPM-ൻ്റെ പലതരം കമ്മിറ്റികൾ, LDF-ൻ്റെ കമ്മിറ്റികൾ. അപ്പോൾ മൊത്തത്തിൽ ആ മൂഡ് വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ സാധാരണ നിർണായകം, വളരെ പ്രധാനം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൽ LDF, UDF ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ എന്ന് പറയുന്നത്. രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ഇതൊരു ഡു ഓർ ഡൈ ഇലക്ഷനാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ CPM, LDF പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം എവിടെയും അധികാരത്തില്ലാത്ത സിറ്റുവേഷനാണ് വരുന്നത്. ആ ഒരു പ്രസ്ഥാനത്ത് ഞാൻ പറയുന്നത് കേരളത്തിലെ ഭരണം എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനം, ഇന്ത്യയിലാകമാനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഇതെങ്ങനെ സർവൈവ് ചെയ്യും, എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കോഴ്സ് എന്നുള്ള വളരെ വലിയ ഗുരുതരമായൊരു പ്രശ്നം അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയിച്ചേ മതിയാവൂ എന്നുള്ളത് ആ പാർട്ടിയുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായൊരു സംഗതിയാണത്. UDF-നും അത് തന്നെയാണ്. UDF എന്നല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി എന്നുള്ള നിലക്ക് അവർ ഇപ്പോൾ ഇവിടെയാണ് കർണാടകയിലും തെലങ്കാനയിലും മാത്രമാണ് സ്വന്തം നിലക്ക് അധികാരത്തിലുള്ളത്. ഹിമാചൽ പ്രദേശിലുണ്ട് സ്വന്തം നിലക്ക് അധികാരത്തിൽ. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ചുരുങ്ങി വരുന്നു. കേരളത്തിലാകട്ടെ 2 തവണ തുടർച്ചയായി അധികാരത്തിന് പുറത്താണ്. ഒരു തവണ കൂടെ അധികാരത്തിന് പുറത്തായി കഴിഞ്ഞാൽ കേരളത്തിൽ ഇതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. കാരണം പഴയതുപോലെയുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിൽ BJP വളരെ ശക്തമാണ്. കേരളത്തിൽ തന്നെ BJP മുന്നണി വലിയ തോതിൽ ഈ പുതിയ സാധ്യതകൾ തേടുകയും അതിനുള്ള പലതരത്തിലുള്ള പരീക്ഷ നടത്തുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത്തവണ കൂടെ അധികാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ 5 വർഷം ഞങ്ങൾ ഭരിക്കാനില്ല എന്നുള്ളതല്ല, ഈ പ്രസ്ഥാനം എവിടെയാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് അവർക്കും വളരെ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ് അത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തോതിൽ ഏറ്റവും മുറുക്കമുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടൊരു തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് ഭരണകൂടത്തെക്കുറിച്ചിട്ടുള്ള വിചാരണകളുണ്ടാവും, ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവും. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സംഭവിച്ച അതെങ്ങനെയാണ്, അതിലുള്ള അനുഭവങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു സെനാരിയോ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം സംബന്ധിച്ച് ഇടതുപക്ഷം എന്നുള്ളതല്ല, ഏത് സർക്കാരാണെങ്കിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ അവർ ഒഫൻസീവിലാവും, ഡിഫൻസിലാവും. കാരണം ഏത് ഭരണകൂടമാകുമ്പോൾ പലതരം പ്രശ്നങ്ങൾ, പിഴവുകളുണ്ടാവും. ഇവിടെ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്ന പ്രശ്നം, അവർക്കത് ഏതെങ്കിലും നിലക്ക് ഒരു ലോജിക്കൽ ആൻസർ ആ വിഷയത്തിൽ പറയാൻ അവർക്ക് പറ്റുന്നില്ല എന്നൊരു ഗുരുതരമായ സാഹചര്യമുണ്ട്. ഇന്നിപ്പം വയനാട്ടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മാധ്യമങ്ങൾ കാണുമ്പോഴാണെങ്കിലും അവരുടെ പ്രസംഗത്തിലാണെങ്കിലും ഊന്നിയൊരു കാര്യം ശബരിമല തന്നെയാണ്. കാരണം ശബരിമല വളരെ വൈകാരികമായ കാര്യമാണ്. പക്ഷെ അതിൽ നോക്കൂ, ഇവരുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്തു, അല്ല ജയിലിൽ 100 ദിവസം, എത്ര ദിവസമായി? 100 ദിവസം, എനിക്ക് 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞു തോന്നുന്നു. ഇത്രയായിട്ടും ഒരു ആളുകളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഒരു നടപടി സ്വീകരിക്കണ്ടേ? ഇതാണ്, ആ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ഇല്ല, ഇപ്പോൾ ഞങ്ങൾ ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്നവർക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടത് പറയാൻ സാധിക്കുന്നില്ല? അത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഓരോ ദിവസവും പുതിയ വാർത്തകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട്, പുതിയ മോഷണത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായൊരു കാര്യം ഈ പറയുന്ന വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി കുറേ വിദ്വേഷ പ്രസ്താവന നടത്തി അങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലിംഗ് പോയിൻ്റ് എന്നാണ് അവരുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ്. ഒരു
വിശ്വാസയോഗ്യമായ ഒരു സെക്യുലർ ഏജൻസിയാണെന്നുള്ളതായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ USP എന്ന് പറയുന്നത് അതാണ് ഒലിച്ചു പോയിരിക്കുന്നത്. അതാണ് ഗുരുതരമായിട്ടുള്ള തകരാറ് ആ ഒരു സംഗതിയിൽ വന്നു കഴിഞ്ഞു. ഈ സെക്യുലർ ദ മോസ്റ്റ് ക്രെഡിബിൾ സെക്യുലർ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന അവരുടെ USP അത് തകരാറിലാകുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇടതുപക്ഷത്തെ സാധ്യമാക്കുന്ന ഘടകങ്ങൾ എന്താണോ അതാണ് ഇല്ലാതാവുന്നത്. ചില ആളുകൾ ഒരു ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടും. ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെടുന്നതല്ല, അല്ല മുസ്ലിം വോട്ട് നഷ്ടപ്പെടുന്നതല്ല. എന്താണ് ഇടതുപക്ഷത്തെ സാധ്യമാക്കുന്ന ഘടകം എന്താണ്? അതില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന CPMകാരല്ലാത്ത എത്ര മനുഷ്യരുണ്ടാവും? CPMകാരല്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ ഈ സെക്യുലർ ക്രെഡൻഷ്യൽ, അതിൻ്റെ മതേതര ഭാവം, അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ആ ഒരു സാധ്യത തന്നെയാണ് അവരുടെ വലിയൊരു സ്പെക്ട്രം, ഒരു ഏരിയ തന്നെയാണ് അവർ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി അവരത് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ BJP ചെയ്യുന്ന മാതിരിയുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വഷളൻ പരിപാടിയാണ്. അതിനെ വളരെ വളരെ ബോറായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2020 മുതൽ അവർ നടത്തുന്ന ശ്രമം അതിൻ്റെ മാക്സിമത്തിൽ വന്ന് പതിച്ചതാണ് ഈ വെള്ളാപ്പള്ളി എപ്പിസോഡിൽ കാണുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നാളെ മുതൽ അങ്ങ് മാറ്റിപ്പിടിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ പോലും മാറ്റിപ്പിടിക്കാൻ പറ്റാത്ത വിധം ആ കുഴിയിൽ അവർ ചാടിക്കഴിഞ്ഞു, ആ വലിയൊരു കുഴിയിൽ ചാടിക്കഴിഞ്ഞു. അപ്പോൾ അത് വളരെ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതയെ വലിയ തോതിൽ ബാധിക്കുന്നൊരു കാര്യമാണ്. അത് സാധ്യതയെ ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈ പെർസ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ അവർക്ക് അപകടം ചെയ്യുന്നതാണ്. പക്ഷേ CPM നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ആലോചിക്കുന്നത് അതിനെ മറ്റൊരു സാധ്യതയാക്കി മാറ്റാം. ഇപ്പുറത്തുള്ള ഒരു കമ്മ്യൂണൽ കൺസോളിഡേഷൻ നടത്താൻ പറ്റുമെന്നാണ് അവരാലോചിക്കുന്നത്. പക്ഷെ അത് വിജയിക്കില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. പാലക്കാട് കാണിച്ചു തന്നിട്ടുണ്ട്. നിലമ്പൂരിൽ അതിൻ്റെ പരമാവധിയിൽ അവർ പിടിച്ചതാണ്. ഏറ്റവും വഷളായ സ്വഭാവത്തിൽ നിലമ്പൂരിൽ അവർ ശ്രമിച്ചതാണ്. ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ശ്രമിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേരളീയ സമൂഹത്തിനും CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ ഇലക്ഷനിൽ അവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു ഈസി വാക്ക് ഓവർ UDF ഉണ്ടാക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഇനിയും നമുക്ക് പൊളിറ്റിക്സാണ്, എന്തും സംഭവിക്കാം, ഏത് സമയത്ത് എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് CPM ഭരണം കയ്യിലുള്ള പാർട്ടിയാണ്. അവർ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ, അതിൽ ഇനിയും വർധനവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താനുള്ള ആലോചനകളുണ്ട്. പുതിയ ചില ഏരിയകളിലേക്ക് കൂടി ക്ഷേമ പെൻഷൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്ലാനുണ്ട്. അതേമാതിരി ഇപ്പോൾ ഉള്ള പെൻഷൻ ഉണ്ടല്ലോ, എന്ത് പെൻഷൻ ചെയ്യുന്നതാണ് അതിന് പറയുക, ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാറ്റിയിട്ട് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുക. പുതിയ ശമ്പള വർധനവ് എന്ന് വെച്ചാൽ വലിയൊരു സെഗ്മെൻറ്റിന് ഇപ്പോൾ ക്ഷേമ പെൻഷനിൽ ടച്ച് ചെയ്യുമ്പോൾ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളെയാണ് ടച്ച് ചെയ്യുന്നത്. ഈ പെൻഷൻ്റെയും ശമ്പള വർധനവിൻ്റെയും കാര്യത്തിലെടുക്കുമ്പോൾ ആരെയാണ്? ഒരു മിഡിൽ ക്ലാസ്സിനെയാണ് ടച്ച് ചെയ്യുന്നത്. അതേപോലെ എല്ലാ കാർഡ് ഉടമകൾക്കും 25 കിലോ അരി എന്ന് പറയുന്നൊരു സംഗതി അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്റ്റെപ്പുകൾ ഭരണകൂടത്തിന് സ്വാഭാവികമായിട്ട് എടുക്കാൻ പറ്റും. അതിനുള്ള ചെറിയ സമയമാണെങ്കിലും സമയമുണ്ട്. അത്തരം ചില അവസാനത്തെ സ്റ്റെപ്പുകൾ എടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് തിരുവനന്തപുരത്തുള്ള പല ആളുകളും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതിനെ മറികടക്കാനായിരിക്കും ഒരുപക്ഷെ LDF ശ്രമിക്കുന്നുണ്ടാവുക. നിഷാദ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ 2 വട്ടം മത്സരിച്ചു, 3 വട്ടം മത്സരിച്ചു, ഈ ജാതി സാങ്കേതികതകളൊക്കെ മാറ്റിവെക്കാനാണ് സാധ്യത. വിജയ സാധ്യത എന്നൊരൊറ്റ പോയിന്റിലായിരിക്കും ആളുകൾ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി, പലതരം ടോക്കുകളുണ്ട്. ഇപ്പോൾ ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ നിർത്താം. അത് എന്തിനാണ് ഷാഫി പറമ്പിലിനെ നിർത്തുന്നത്? ഷാഫി പറമ്പ് വിജയിച്ച് നിയമസഭയിൽ കൊണ്ടുപോകാനല്ല. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് നിർത്തുമ്പോൾ പിണറായി വിജയനെ ധർമ്മടത്ത് വളഞ്ഞു വെക്കാൻ പറ്റും എന്നുള്ള എന്തായാലും പറയാം. അതുണ്ടാക്കുന്ന മൊത്തം പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു വൈബ് തന്നെ മാറുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല രസകരമായ കാഴ്ചകളും നമുക്ക് കാണാം. ഓക്കെ, അജിംസ് അങ്ങനെ ഒരു ഈസി വോക്ക് ഓവറിൻ്റെ മൂഡിലാണ്, ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ VD സതീശനെ സംസാരിക്കുന്നത്. അങ്ങനെ കേരളം പൂർണ്ണമായിട്ടും മാറിയോ? അല്ല, VD സതീശനും UDF നേതാക്കളും പറയുന്നതിൻ്റെ കാരണം അത് അവരുടെ പ്രവർത്തകരുടെ മുറയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ 80 സീറ്റ് 100 സീറ്റ് ജയിക്കും, അങ്ങനെ ഒരു ആവേശം UDFൻ്റെ അണികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെയും മറ്റ് പാർട്ടികളിലേക്ക് അണികൾക്കുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകുകയാണെന്നുള്ളൊരു ഫീല് മൊത്തത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ലതാണ്.
പക്ഷേ സെയിം മൊറയിൽ മറുവശത്ത് കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. LDF നേരിടുന്ന പ്രശ്നം അതാണ്. ഇപ്പോൾ ഇത്തവണ ഒരു 3-ാം വട്ടം കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന LDFൻ്റെ CPMൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ വരും, കാരണം അത്രയും നല്ല സർക്കാരാണ് 2 വട്ടം. നമുക്ക് ജനങ്ങൾ ഇപ്പോൾ ഈ CPM ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. എത്ര വീടുകളിൽ വരുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ? കാരണം അവർക്ക് ജനങ്ങളോട് സംസാരിക്കാൻ പോലുള്ള വരാൻ പോകുന്നുള്ളൂ. ഒരു ആത്മവിശ്വാസക്കുറവ് അവരിലുണ്ട്. ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് അവർക്ക്, ജനങ്ങളായിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ആത്മവിശ്വാസക്കുറവുണ്ട്. അതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആ സാമ്പത്തിക ആരോപണം, അതിൽ കൃത്യമായ മറുപടി, അതായത് പാർട്ടി അംഗങ്ങൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാവുന്നൊരു മറുപടി കിട്ടിയിട്ടില്ല ഇതുവരെ. അതിൽ അവർ കൺഫ്യൂസ്ഡാണ് ഇപ്പോഴും. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ കേസ് എന്തായി എന്ന് ചോദിച്ചാൽ ഇവരെന്ത് മറുപടി പറയും? അപ്പോൾ അവരെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. അതേസമയം അവർക്ക് ബോധ്യമുള്ള അവർ കൺവിൻസിങ് ആയ ഒരു ആൻസർ അവർക്കുണ്ടെങ്കിൽ അവർ അരയും തരയും മുറക്കി ഈ ഇലക്ഷനിലേക്ക് ഇപ്പോൾ ഇറങ്ങിയാണ്. രണ്ടാമത്തെ കാര്യം ശബരിമല വളരെ വളരെ പ്രധാനപ്പെട്ട, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത്. പത്മകുമാർ എന്തുകൊണ്ട് ഇപ്പോഴും പാർട്ടിയിൽ എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് മറുപടി പറയും? ഇലക്ഷൻ സമയം പോട്ടെ, ഇപ്പോൾ ജനങ്ങൾ കാണാൻ ഇറങ്ങുമ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് തൽക്കാലം അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താത്തത്? ഈ അന്വേഷണം കഴിയുന്നവരെ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ CPMന് വേണമെങ്കിൽ ഒരു കൺവിക്റ്റായ ഒരാളെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുഞ്ഞനന്തൻ്റെ കാര്യം എടുക്കുക. കുഞ്ഞനന്തൻ്റെ ശിക്ഷ വിധിച്ചാണ്, കോടതി ശിക്ഷ ജയിലിൽ കിടക്കുമ്പോഴും പാർട്ടി പറയുന്നതാണ് തെറ്റായ കേസാണ്, കള്ളക്കേസാണ്, UDF ഭരണകൂടം അത് ജയിലിലടച്ചതാണ്. ഇവിടെ അത് പറയാൻ പറ്റുന്നില്ല. ഇത് തെറ്റായ കേസാണെന്ന് പറയാൻ പറ്റില്ല, കള്ളക്കേസാണെന്ന് പറയാൻ പറ്റില്ല, മറ്റേ പാർട്ടിക്കാരാണ് പിടിച്ചകത്തിരുന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സർക്കാർ ചെയ്യേണ്ട കാര്യം എന്താണ്? അന്വേഷണം കഴിയുന്നവർ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തരുത്, തെറ്റ് ചെയ്തില്ല, നമുക്ക് തിരിച്ചെടുക്കാമെന്ന് പറയും. അതുപോലും ചെയ്യാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലും ചെയ്യാൻ ഭയക്കുന്നത് അകത്ത് കിടക്കുന്ന പത്മകുമാർ ഡേഞ്ചറസ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. കാരണം അയാൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് വേറെ എങ്ങോട്ടെങ്കിലേക്കും അതിൻ്റെ അന്വേഷണം പോയി കഴിഞ്ഞാൽ അത് ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറയാം. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ വേറെ എന്ത് ലോജിക്കാണ് അതിലുള്ളത്? പക്ഷേ ഈ വിവരം പാർട്ടി അണികളിലേക്ക് കൊടുക്കാൻ LDFനോ അല്ലെങ്കിൽ CPMന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച ഒരു ഒരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി ഇപ്പോൾ 2010 ഇതിൽ നല്ല വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നേടിയിട്ടുണ്ട്. പക്ഷേ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല 2014. പക്ഷേ ഇതങ്ങനെയല്ല എന്ന് പറയാൻ കാരണം, ഈ കഴിഞ്ഞ 10 വർഷത്തെ പലതരത്തിലുള്ള പരാജയങ്ങളിൽ, ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലാണെങ്കിലും പൊതുവെ നമ്മൾ ഉൾപ്പെടെ ഇവിടെ എന്ന് പറയുന്നതാണ് UDFന് കെട്ടുറപ്പില്ല, അതിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന് അടിത്തറയില്ല, നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല എന്ന് അവരുടെ പാർട്ടിക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴെ പ്രവർത്തകരില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചെന്താണ്? അടുത്തിട്ടിൽ UDF ഉണ്ട്. അവർ ചെന്ന് വോട്ട് ചോദിച്ചിട്ടാണ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്ക് ആളുകൾ വോട്ട് ചെയ്തത്. വോട്ട് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ അടിത്തറ ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ഫീല് അവരുണ്ടാക്കുമ്പോൾ ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക്, LDFൻ്റെ മുന്നണി പ്രവർത്തകർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ വൈമനസ്യം ഉണ്ടാകുന്നു. ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ഈ ഒരു പ്രശ്നം അവിടെ എവിഡൻ്റാണ്. അതിനെ ഇനി LDF CPM എങ്ങനെ മറികടക്കുന്നതാണ് വരും ദിവസങ്ങളിൽ. മറികടക്കാതിരിക്കില്ല, കാരണം അവരുടെ അതിൽ തന്ത്രങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടും തന്ത്രങ്ങളുണ്ടാവും. പക്ഷേ ആ തന്ത്രങ്ങളുള്ളതോടൊപ്പം തന്നെ യഥാർത്ഥ ക്വസ്റ്റ്യൻസ് അവിടെ നിൽക്കുകയാണ്. നമ്മൾ വേറൊരു കാര്യം കൊണ്ടുവന്ന് ഈ ശ്രദ്ധ മാറ്റാം എന്ന് ചിന്തിക്കുന്നതിൻ്റെ സമയം കഴിഞ്ഞു. കാരണം വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ വേറെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ കൊണ്ടുവന്നതിന് മൂടി വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും UDF ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന് കണക്കുകൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഗ്രാമസഭാ വാർഡുകളുടെ എണ്ണം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഗ്രാമസഭാ വാർഡുകളിൽ എത്ര പഞ്ചായത്തുകൾ, അവിടെ എത്ര സ്ഥലത്ത് UDF ഉണ്ട് എന്ന കണക്ക് വെച്ചിട്ടാണ് 80, 100 എന്നൊക്കെ സതീശൻ പറയുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിരുകളല്ല അസംബ്ലി മണ്ഡലത്തിൻ്റെ അതിരുകൾ. ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇനി അതല്ല, കൂടുതൽ ശാസ്ത്രീയമായി ഈ മണ്ഡലങ്ങളെ പഠിക്കുകയും അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് സതീശൻ ഇത് പറയുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ UDFന് ആത്മവിശ്വാസം കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. യെസ്, എന്തായാലും നമ്മളിപ്പോൾ അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു സിനാരിയോ കാണുന്നുണ്ട്. അതിനെ മറികടക്കുന്ന വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വരാനുണ്ടോ എന്ന് കാത്തിരുന്ന് കാണണം.